ഹലോ. ഇന്ന് ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ചൊരു പ്രൊഡക്റ്റ് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. പ്രൊഡക്റ്റ് വേറൊന്നുമില്ല, ഈ കോണ്ടന്റ് ക്രിയേഷൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കാൻ ഞാനും ടിൻറ്റും പ്ലാൻ ചെയ്ത സമയത്ത് ഞങ്ങൾ നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ ഒന്നായിരുന്നു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ ഇല്ല എന്നുള്ളത്. രണ്ടാമത്തെ പ്രശ്നം നല്ലൊരു പോക്കറ്റ് മൈക്ക് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് പ്രശ്നവും ഇപ്പോൾ സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇനി കോണ്ടന്റ് ക്രിയേഷൻ മാത്രം സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നൊരു സ്റ്റേജിലെത്തി നിൽക്കുകയാണ് ഞങ്ങൾ. ഈ പോക്കറ്റ് മൈക്ക് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേയൊക്കെ റെഫർ ചെയ്ത് നോക്കി. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു പ്രോഡക്റ്റ് നല്ല അഫോർഡബിൾ ആയിട്ട് റേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെറ്റർ എന്ന് ഓർത്താണ് ഞങ്ങളിങ്ങനെ നീക്കി വെച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും സമയം നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ നല്ലൊരു സാധനം തന്നെ കിട്ടിയിരിക്കുന്നത് ആമസോണിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ പ്രൊഡക്റ്റ് ഇതാണ്. ഇത് നമ്മൾ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ പൊട്ടിക്കുന്നത് നിങ്ങളെയും കൂടെ കാണിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. ഇതിന്റെ അകത്ത് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. എല്ലാം നമുക്ക് വഴിയേ നോക്കാം. അപ്പോൾ എന്തായാലും ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ഇന്ന് തുടങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുത്തപ്പോൾ ഞങ്ങൾ നേരിട്ട പ്രധാന രണ്ട് പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു നല്ലൊരു പോക്കറ്റ് മൈക്ക് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഒരു പോക്കറ്റ് മൈക്ക് മേടിക്കണമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഏത് മേടിക്കുന്ന ഒരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ കുറേ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റെഫർ ചെയ്തു. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പ്രശസ്തനായ ഒരു വ്ളോഗറുടെ ഒരു വ്ളോഗിൽ നിന്നാണ് ഈ ഒരു മൈക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലായിട്ടൊരു ഐഡിയ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഈ ഹോളിലാൻഡിൻ്റെ ലാർക്ക് A1 വയർലെസ് ലാവലർ മൈക്രോഫോൺ മിനി ഡു ആണ് ഞങ്ങൾ മേടിച്ചത്. USB-C വേർഷനാണ്, നമുക്ക് C പോർട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് ആദ്യം തന്നെ വരുന്നത് ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഒരു പൗച്ചാണ്. ഈ പൗച്ച് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്തും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തോട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ മൈക്ക് കേടുപാട് കൂടാതെ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഒരു സംഭവമായിട്ടാണ് ഈ പൗച്ച്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ ഈ മൈക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിലിടുന്ന ഒരു ക്യാപ്പ് പോലത്തെ ഇതാണ്. അത് രണ്ടെണ്ണം ഉണ്ട്. രണ്ട് മൈക്കാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഒരു C ടൈപ്പ് USB അഡാപ്റ്റർ പോലത്തെ ഒരു ഇതുണ്ട്. ഇത് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് റെക്കോർഡ് ആവുന്നത്. പിന്നെ കൂടാതെ രണ്ട് മൈക്കും ഇതിൻ്റെ അകത്തുണ്ട്. രണ്ട് മൈക്ക് കൂടാതെ നമുക്കൊരു C ടൈപ്പ് ഒരു ചാർജർ പോർട്ടും വരുന്നുണ്ട്. ഒരു ചാർജർ കേബിൾ, ഒരു വൈറ്റ് കേബിളാണ് വരുന്നത്. ബാക്കിയെല്ലാം ബ്ലാക്ക് ആണെങ്കിലും ഇതൊരു വൈറ്റ് കേബിളാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, അതായത് ഡുവൽ മൈക്ക് വരുന്നത്. ഹോളിലാൻഡ് ലാർക്ക് A1 വയർലെസ് ലാവലറിൻ്റെ മൈക്രോഫോൺ മിനി ഡുവോ ആണ്. ഇത് മാഗ്നറ്റിക് വേർഷനാണ്. ഇതിൻ്റെ പുറകിലൊരു മാഗ്നറ്റ് ഉണ്ട്. ഈ വൈറ്റ്, അതിൻ്റെ പുറകിൽ കാണുന്ന ഈ വൈറ്റ് തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ടബിളായിട്ട് വരുന്നത്. സാധാരണ ഇതിൻ്റെ അകത്തൊരു ക്യാബ്, നമ്മുടെ ഈ എയർപോർട്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സ് പോലത്തെ ബോക്സിനകത്തായിരുന്നു ചാർജിങ് ക്യാബിനായിട്ട് വരുന്നത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ചാർജിങ് ക്യാബിനല്ല. ഇതൊരു ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ള ചാർജിങ് ക്യാബിനാണ്. അതിൻ്റെ അകത്ത് രണ്ട് മൈക്കുണ്ട്. അത് മാഗ്നറ്റാണ്. ഇത് കാണുന്ന പോലെ നമുക്ക് ഇപ്പോൾ ഡ്രസ്സിലാണെങ്കിലും മൈക്ക് പുറത്ത് വെച്ചിട്ട് ഇന്നർ സൈഡിൽ, അകത്തെ സൈഡിൽ ഈ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് പോയി പോകും. നല്ല മാഗ്നറ്റ് ആയിട്ടൊരു സംഭവമാണ് ഇത്. ആ ചാർജിങ് പോർട്ടിൽ കണക്റ്റ് ആയിട്ടിരിക്കുന്നതും ഇതേപോലെ ഒരു മാഗ്നറ്റിക് വേർഷൻ വെച്ച് തന്നെയാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഈ മൈക്കാണ്, ഇതാണ് സംഭവം. ഹോളിലാൻഡിന്റെ മൈക്കാണ്. രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം എനിക്കും ഒരെണ്ണം ടിൻറ്റുവിനും. അപ്പോൾ ഇതിനി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ ചാർജ് ഇല്ല, കാരണം നമുക്ക് ചാർജൊക്കെ കുത്തിയിടണം. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഇങ്ങനെ ഇത് ഇരുന്നോളും. ഇതൊരു മാഗ്നറ്റിക് ഇതായതുകൊണ്ട് അപ്പുറത്ത് മാഗ്നറ്റ് വെച്ചിട്ട് ഇതിങ്ങനെ സെറ്റായിട്ട് ഇരുന്നോളും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ അനങ്ങിയാലും എന്തൊക്കെ വന്നാലും ഇത് അടന്നു പോകത്തില്ല. അപ്പോൾ എന്തായാലും ഒരു പോക്കറ്റ് മൈക്ക് മേടിക്കുക എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ സഫലമായിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന വീഡിയോകളെല്ലാം നല്ല ഈ പോക്കറ്റ് മൈക്ക് കൂടെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഓഡിയോ കൂടി ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരോടും സ്നേഹം മാത്രം.